BSc ഫിസിക്സ് ആൻഡ് ജിയോളജി മെയിൻ സ്റ്റുഡൻസിൻ്റെ സബ്സിഡിയറി കെമിസ്ട്രിയിൽ നമുക്ക് കാറ്റയോൺ മിക്സ്ചർ അനാലിസിസ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു കാറ്റയോൺ മിക്സ്ചർ സൊല്യൂഷൻ തന്നിട്ടുണ്ടാവും. അതിനകത്ത് 2 കാറ്റയോൺസ് ഉണ്ട്. ആ 2 കാറ്റയോണും ഏതേത് ഗ്രൂപ്പിലാണ് വരുന്നതെന്നും അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കൺഫേം ചെയ്ത് റിപ്പോർട്ട് ചെയ്യാനായിരിക്കും പ്രാക്ടിക്കൽ കെമിസ്ട്രി എക്സ്പെരിമെൻറ്റ്. മിനിമം സ്റ്റെപ്സ്, അതായത് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാറ്റയോൺസിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഒരു റെഡ്യൂസ്ഡ് സ്കീം ഓഫ് അനാലിസിസ് ആണ് ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടത് അമോണിയത്തിൻ്റെ ടെസ്റ്റാണ്. സബ്സ്ക്രൈബ് ചെയ്തോ എല്ലാവരും? ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഈ കാറ്റയോൺ അനാലിസിസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയോൺസിൻ്റെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തരുന്ന സൊല്യൂഷനിനകത്ത് ഏതോ 2 ഗ്രൂപ്പിൽ പെടുന്ന കാറ്റയോൺസാണ് മിക്സ് ചെയ്തിട്ട് തന്നിരിക്കുന്നത്. അതൊരു സോലിബിളായിട്ടുള്ള ഒരു മിക്സ്ചറാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. 0 ഗ്രൂപ്പായിട്ട് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു 0 ഗ്രൂപ്പ് എന്ന് പറയത്തില്ല, അമോണിയത്തിൻ്റെ ടെസ്റ്റ് മാത്രം, അമോണിയം മാത്രം നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ ലെഡ്. ഇവിടെ സബ്സിഡിയറി സ്റ്റുഡൻസിന് ആവശ്യമുള്ള മാത്രം അയോൺസിനെയാണ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ലെഡ് Pb2+, സെക്കൻഡ് ഗ്രൂപ്പിൽ കോപ്പർ ആൻഡ് ബിസ്മത്ത്. അത് BSc മെയിൻകാർക്കും ഇതാണ് കോപ്പർ ആൻഡ് ബിസ്മത്ത്. പക്ഷേ സബ്സിഡിയറിക്ക് ഈ കോപ്പറും ബിസ്മത്തും തരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ ഇൻഇഫക്റ്റ് നമുക്ക് അയോൺസ് തരില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് അറിഞ്ഞിരിക്കണം, അതുകൊണ്ട് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. തേർഡ് ഗ്രൂപ്പിൽ അലുമിനിയവും ഫെറസയണും ഫെറിക്കയണുമാണ് മെയിൻ സ്റ്റുഡൻസിന് വരുന്നത്. സബ് സ്റ്റുഡൻസിന് അലുമിനിയം മാത്രമായിരിക്കും. അതുപോലെ ഫോർത്ത് ഗ്രൂപ്പിൽ സിങ്ക് ആൻഡ് മാംഗനീസാണ്. അതിൻ്റെ കൂടെ കൊബാൾട്ടും നിക്കലും ഉണ്ട്. പക്ഷേ ഫിഫ്ത്ത് ഗ്രൂപ്പിൽ നമുക്ക് ബേരിയം, സ്ട്രോൺഷ്യം, കാൽഷ്യം ആൻഡ് സിക്സ്ത് ഗ്രൂപ്പിൽ മെഗ്നീഷ്യം. ഇത്രയും അയോൺസാണ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷനും പ്രാക്ടിക്കൽ ക്ലാസ്സിലും തരുന്നത്. അപ്പോൾ ഈ അയോൺസിൻ്റെ എല്ലാം റിയാക്ഷൻസ് ആദ്യമേ തന്നെ നമ്മൾ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം, ഇതിനെല്ലാം പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇവരെ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് അനലൈസ് ചെയ്യുമെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. സെപ്പറേറ്റ് അയോണായിട്ട് നമ്മൾ അമോണിയത്തിനെ എടുത്തിട്ടുണ്ട്. അമോണിയത്തിനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 മുതൽ 6 വരെയുള്ള ഗ്രൂപ്പുകളാണ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മുടെ റിയേജൻ്റ് എന്ന് പറയുന്നത് ഡൈല്യൂട്ട് HCl ആണ്. ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ട്രയൽ ആൻഡ് എറർ, ഈ സ്കീം ഇങ്ങനെ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു സ്കീം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്. അതിൻ്റെ റിയാക്ഷൻസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഏറ്റവും സ്യൂട്ടബിളായിട്ട് ഓരോ ഗ്രൂപ്പ് കാറ്റയോണിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് റിയേജൻ്റ് ഏതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്കീം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സ്കീം അതുപോലെ തന്നെ ഫോളോ ചെയ്യണം ഫോർ ദ സിസ്റ്റമാറ്റിക് അനാലിസിസ്. സിസ്റ്റമാറ്റിക് അനാലിസിസിന് നമുക്ക് ഈ സ്കീമിൽ പറയുന്ന ഓർഡറിൽ തന്നെ അതായത് റിയേജൻസ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ടാമത് ലെഡിനെയാണ്. ഫസ്റ്റ് ഗ്രൂപ്പിലെ ലെഡ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് കാറ്റയോൺസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ക്ലോറൈഡ്സ്. ഇപ്പോൾ ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ലെഡ് ക്ലോറൈഡ് ആയിരിക്കും. അപ്പോൾ ലെഡ് ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ലെഡ് ക്ലോറൈഡിൻ്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ ഉടനെ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് പ്രസൻറ്റ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ സബ്സിഡിയറിക്ക് ഈ ലെഡ് മാത്രം ഉള്ളതുകൊണ്ട് ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ തന്നെ പിന്നെ ലെഡിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ആ ഗ്രൂപ്പ് അനാലിസിസ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. അത് നമുക്ക് പിന്നീട് നോക്കാം, ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് അനാലിസിസ്. അടുത്ത ടെസ്റ്റ് നമുക്ക് വരുന്നത് സെക്കൻഡ് ഗ്രൂപ്പാണ്. സെക്കൻഡ് ഗ്രൂപ്പിൽ ശരിക്ക് കോപ്പർ 2+ഉം ബിസ്മത്ത് 3+ഉമാണ് അവിടെയുള്ള അയോൺസ്. ഇത് രണ്ടും നമ്മൾ എങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഡൈല്യൂട്ട് HCl മിക്സറിലേക്ക് ആഡ് ചെയ്തു. ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ആ പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ മാറ്റണം. പ്രസിപ്പിറ്റേറ്റിനെ, അതായത് ലെഡ് ക്ലോറൈഡിനെ അവിടുന്ന് മാറ്റിയിട്ടാണ് സെക്കൻഡ് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിനെ മാറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഒഴിച്ച ഡൈല്യൂട്ട് HCl നമുക്ക് തന്നിട്ടുള്ള ലെഡിനെ, നമ്മുടെ സൊല്യൂഷനുള്ള ലെഡിനെ കംപ്ലീറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തോ എന്ന് നമുക്കറിയില്ല.
അതുകൊണ്ട് എന്ത് ചെയ്യണം, പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ ആ പ്രസിപ്പിറ്റേറ്റിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റിയിട്ട് വീണ്ടും ആ ഫിൽട്രേറ്റ്, ക്ലിയർ ഫിൽട്രേറ്റിനകത്ത് ഡയലൂട്ട് HCl കുറച്ചുകൂടെ ആഡ് ചെയ്യണം. കുറച്ചുകൂടെ ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടെങ്കിൽ ആ പ്രസിപ്പിറ്റേറ്റിനെയും ഫിൽട്ടർ ചെയ്ത് മാറ്റണം. അങ്ങനെ എപ്പോഴാണോ ഡയലൂട്ട് HCl അതേ സൊല്യൂഷനിൽ ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് വരാത്തത്, അപ്പോൾ നമുക്ക് ലെഡ് കംപ്ലീറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കും. അപ്പോൾ ആ ക്ലിയർ സൊല്യൂഷനിൽ പിന്നെ ലെഡിൻ്റെ അംശം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് വരേണ്ടത്. പക്ഷേ ഇവിടെ തിയററ്റിക്കലി ഈ ലെഡിൻ്റെ ഈ റിമൂവൽ അത്രയും കംപ്ലീറ്റ് ആകത്തില്ല. അതുകൊണ്ട് സെക്കൻഡ് ഗ്രൂപ്പ് ചെയ്യുമ്പോഴും ഈ ലെഡിൻ്റെ ഒരു ട്രേസസ് എങ്കിലും അവിടെ ഉണ്ടാകും. അത് സെക്കൻഡ് ഗ്രൂപ്പിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് കൂടുതലും സബ്സിഡിയറി സ്റ്റുഡൻസിന് ഈ സെക്കൻഡ് ഗ്രൂപ്പ് തരില്ല. കാരണം സെക്കൻഡ് ഗ്രൂപ്പിലും ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഒരു സാന്നിധ്യം വരാൻ സാധ്യതയുള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്കിലും ഞാനിവിടെ സെക്കൻഡ് ഗ്രൂപ്പ് എന്തൊക്കെയാണെന്ന് പറയുകയാണ്. കോപ്പറും ബിസ്മത്തുമാണ്. അത് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഡയലൂട്ട് HCl ആഡ് ചെയ്ത സൊല്യൂഷനാണ് കയ്യിലുള്ളത്. അതിൻ്റെ കൂടെ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് കിപ്സ് അപ്പാരറ്റസിൽ നിന്ന് നമ്മൾ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസും കൂടെ പാസ് ചെയ്യും. ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്ത് ഈ സൊല്യൂഷനൂടെ ബബിൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതൊരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ that indicates the presence of second group. Black or ഒരു ഡാർക്ക് ബ്രൗൺ, രണ്ട് കളറാണ്. ഡാർക്ക് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റോ അല്ലെങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ അത് കോപ്പർ സൾഫൈഡ് ആയിരിക്കും. ഡാർക്ക് ബ്രൗൺ ആണെങ്കിൽ അത് ബിസ്മത്തിൻ്റെ സൾഫൈഡ് ആയിരിക്കും. Bi2S3 ബിസ്മത്ത് സൾഫൈഡ് ആയിരിക്കും. ഇതാണ്. പിന്നെ ഇവിടെ വരാൻ സാധ്യതയുള്ളത് ലെഡ് ഫസ്റ്റ് ഗ്രൂപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാത്ത ലെഡും വേണമെങ്കിൽ അവിടെ ലെഡ് സൾഫൈഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. ഈ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് മിക്കവാറും നിങ്ങൾക്ക് ആർക്കും സെക്കൻഡ് ഗ്രൂപ്പ് തരില്ല. പിന്നെ അതുപോലെ തന്നെ കോപ്പറാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ സൊല്യൂഷന് ഏതാണ്ട് ഈ പെന്നിൻ്റെ ഈ കളറിൽ, ഈ ഇങ്ക് കളറിലുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും അത്. അപ്പോൾ അവിടെ ബ്ലൂ കളേർഡ് സൊല്യൂഷൻ തന്നെ കോപ്പറിൻ്റെ പ്രസൻസ് കാണിക്കും. അപ്പോൾ അത്ര ഈസി ആയിട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലെഡിൻ്റെ പ്രസിപ്പിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ഡിഫിക്കൽറ്റിയും എല്ലാം കൂടെ വരുന്നതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് അവോയ്ഡ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് അനാലിസിസിന് തരുന്നത്. നെക്സ്റ്റ് വരുന്നത് തേർഡ് ഗ്രൂപ്പാണ്, അലുമിനിയം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ ആസിഡ് മീഡിയമാണ്, ഇവിടെ ആസിഡായിരുന്നു ആഡ് ചെയ്തത്. സെക്കൻഡ് ഗ്രൂപ്പിൽ ആസിഡും ഉണ്ട്, അതിൻ്റെ കൂടെ ഹൈഡ്രജൻ സൾഫൈഡും ഉണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെല്ലാം ആൽക്കലൈൻ മീഡിയത്തിലാണ്. അതായത് തേർഡ് ഗ്രൂപ്പ് തൊട്ട് സിക്സ്ത് ഗ്രൂപ്പ് വരെ നമുക്ക് പിന്നെ ആൽക്കലൈൻ മീഡിയമാണ് റിയാക്ഷൻ മീഡിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡയല്യൂട്ട് HCl അവിടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഹൈഡ്രജൻ സൾഫൈഡിനെയും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷനിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ അയോൺസിനെ മാറ്റി അതിനെ കംപ്ലീറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സൊല്യൂഷനിലാണ് അടുത്ത ഏത് കാറ്റയോൺ ആണ് എന്ന് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് വൈസ് സിസ്റ്റമാറ്റിക് അനാലിസിസിൽ സെയിം സൊല്യൂഷനാണ് ഇവിടെ എല്ലാം ട്രീറ്റ് ചെയ്യേണ്ടത്. ഒരേ സൊല്യൂഷനിലാണ് നമ്മൾ ഈ അമോണിയം ഒഴിച്ച് ഫസ്റ്റ് ഗ്രൂപ്പ് തൊട്ടുള്ള എല്ലാം ഒരേ സൊല്യൂഷനിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾക്കുള്ള ഒരു എളുപ്പം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് ആബ്സെൻ്റ് ആണ്, അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പ് ഓൾറെഡി ആബ്സെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചാൽ അത് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാം. സോൾട്ട് സൊല്യൂഷനിലേക്ക് നമ്മൾ ഡയല്യൂട്ട് HCl ഒഴിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ സോൾട്ട് സൊല്യൂഷൻ്റെ ഒരു ചെറിയ എമൗണ്ട്, ഒരല്പം സോൾട്ട് സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്തോട്ട് ഡയല്യൂട്ട് HCl ആഡ് ചെയ്യണം. ഡയല്യൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഫുൾ സൊല്യൂഷനിലേക്ക് HCl ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ആദ്യം അമോണിയം ടെസ്റ്റ് ചെയ്ത് മാറ്റുന്നു, പിന്നെ ഡയല്യൂട്ട് HCl ഒരല്പം സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എന്താ പിന്നെ നമുക്കപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പും ഇല്ല, സെക്കൻഡ് ഗ്രൂപ്പും ഇല്ല. അതെ, വേണമെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷനിൽ നിങ്ങൾക്ക് ആ ഡയല്യൂട്ട് HCl ഒഴിച്ചിട്ട് പിന്നെ പ്രസിപ്പിറ്റേറ്റ് ഇല്ല എങ്കിൽ ആ സൊല്യൂഷനോട്ട് ഹൈഡ്രജൻ സൾഫൈഡും കൂടെ പാസ് ചെയ്ത് നോക്കിയിട്ട് അതിലും പ്രസിപ്പിറ്റേറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രണ്ട് ഗ്രൂപ്പും ആബ്സെൻ്റ് എന്ന് എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് നേരെ തേർഡ് ഗ്രൂപ്പിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ്ചറിൻ്റെ, പിന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള മിക്സ്ചറിൻ്റെ എല്ലാം എടുത്ത് അനാലിസിസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു 80% സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ബാക്കി അവിടെ സൂക്ഷിച്ച് വെച്ചേക്കേണ്ട ആവശ്യമുണ്ട്. എനിവേ, ആ ഒരു സൊല്യൂഷനിൽ ഫസ്റ്റ് ഗ്രൂപ്പും ഇല്ല സെക്കൻഡ് ഗ്രൂപ്പും ഇല്ല എന്ന് നമ്മൾ സെപ്പറേറ്റ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്ത്
ഈ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അലുമിനിയം തൊട്ട് തേർഡ് ഗ്രൂപ്പ് തൊട്ട് ചെയ്യാനായിട്ട് നമുക്കിവിടെ കോമൺ അയോൺ ഇഫക്റ്റ്, നമ്മൾ നേരത്തെ പഠിച്ച കോമൺ അയോൺ ഇഫക്റ്റിൻ്റെ റൂള് ഇവിടെ വരികയാണ്. നിങ്ങൾ പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കോമൺ അയോൺ ഇഫക്റ്റ്, CI ഇഫക്റ്റ് എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഓക്കെ, അതായത് KSP ആൻഡ് CI എന്നാണ് ആ വീഡിയോയുടെ പേരിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം അലുമിനിയം എങ്ങനെയാണ്. അതായത് ആൽക്കലൈൻ മീഡിയമാണ്. ആൽക്കലൈൻ മീഡിയത്തിൽ ഹൈഡ്രോക്സൈഡ് ആയിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യേണ്ടത്. അമോണിയം ഹൈഡ്രോക്സൈഡാണ് അവിടുത്തെ റിയേജൻറ്റ്. അത് ഉറപ്പിക്കാൻ വരട്ടെ. ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്, ഫിഫ്ത്ത്, സിക്സ്ത്ത് ഇതെല്ലാം ഇനി കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പം നേരിട്ട് നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് സോൾട്ട് മിക്സിൽ ഒഴിച്ചാൽ ഇതെല്ലാം ഹൈഡ്രോക്സൈഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അവിടെയാണ് നമ്മൾ ആദ്യം അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് അമോണിയം ക്ലോറൈഡ് സോളിഡ് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ സോൾട്ട് മിക്സ്ചർ സൊല്യൂഷൻ എടുത്തിട്ട് അതിൽ അമോണിയം ക്ലോറൈഡ് സോളിഡ് ആദ്യമേ തന്നെ ആഡ് ചെയ്യും. ഈ സോളിഡ് ആഡ് ചെയ്യുന്നതിൻ്റെ റീസൺ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൊല്യൂഷൻ ഒഴിച്ചാൽ വീണ്ടും നമ്മുടെ സൊല്യൂഷൻ കൂടുതൽ ഡൈല്യൂട്ട് ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ റിയേജൻസ് എല്ലാം ഒഴിക്കുമ്പോൾ ടെസ്റ്റ് ട്യൂബ് ഫുള്ളായി മാറുകയും പിന്നെ നമുക്ക് കുറേ സൊല്യൂഷൻ കളയേണ്ടി വരും. ഇങ്ങനെ സൊല്യൂഷൻ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറ്റയോണിനെയാണ് നമ്മൾ കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോളിഡ് അമോണിയം ക്ലോറൈഡ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ സോളിഡ് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് സൊല്യൂഷനെ ഷേക്ക് ചെയ്യുക. എന്നിട്ട് യു ഹാവ് ടു ആഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഇൻ ഡ്രോപ്സ് ആയിട്ട് ആഡ് ചെയ്യുന്ന വെച്ചാൽ ഓരോ ഡ്രോപ്പും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആസിഡ് ആഡ് ചെയ്യാത്ത സൊല്യൂഷനാണ്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ നേരിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്താൽ മതി. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, എക്സസ് ആകാൻ പാടില്ല. പിന്നെ എക്സസ് ആയാൽ എന്താ ചെയ്യുക, അമോണിയം ക്ലോറൈഡ് അതിനെ പ്രിവെൻറ്റ് ചെയ്തോളും. കോമൺ അയോൺ ഇഫക്റ്റ് ഉണ്ട്, ഹൈഡ്രോക്സൈഡ് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കും. എന്നാലും അതിനൊരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഹൈഡ്രോക്സൈഡ് എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അത് പ്രത്യേകിച്ച് അലുമിനിയം സിങ്കും കൂടെയാണ് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത്. മിക്കവാറും ഒരു ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് പോലെ ഇരിക്കും. സിങ്ക് ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ വളരെ വെരി കെയർഫുൾ ആയിരിക്കണം നിങ്ങൾ ഈ തേർഡ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ആദ്യം അമോണിയം ക്ലോറൈഡ് എക്സസ് ആഡ് ചെയ്യുന്നു, ദെൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ഡ്രോപ്പ് വൈസ് ആഡ് ചെയ്യുക. സൊല്യൂഷൻ നന്നായിട്ട് അടച്ച് പിടിച്ച് ഷേക്ക് ചെയ്യുക. ടെസ്റ്റ് ട്യൂബ് അടച്ച് പിടിച്ച് ഷേക്ക് ചെയ്തിട്ട് 2-3 പ്രാവശ്യം ഇൻവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്മെല്ല് നോക്കുക. അമോണിയയുടെ മണം ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ വീണ്ടും ഒരു ഡ്രോപ്പ് ഒഴിക്കുക. അങ്ങനെ ഓരോ ഡ്രോപ്പിലും ടെസ്റ്റ് ചെയ്യുക അമോണിയയുടെ മണമുണ്ട്. അപ്പം അമോണിയയുടെ മണം വരിക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആൽക്കലൈനാണ്. അപ്പോൾ ഒരു കഷ്ടിച്ച് ഒരു ആൽക്കലൈൻ മീഡിയം ആക്കിയാൽ മതി. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബിനെ ഒന്ന് എക്സാമിൻ ചെയ്യുമ്പോൾ യു ക്യാൻ സീ, വളരെ ക്ലിയറായിട്ട് നോക്കിയാൽ ആ വാട്ടർ മീഡിയത്തിൻ്റെ പോലെ തന്നെ കിടക്കും. ഒരിക്കലും വൈറ്റ്നെസ് കൂടുതൽ വരത്തില്ല. ഒരു ജെല്ല് അവിടെ മൂവ് ചെയ്യുന്നതായിട്ട് ടെസ്റ്റ് ട്യൂബിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ആ വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ആണ് നമുക്ക് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ്. അത് അലുമിനിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡാണ്, AnOH. ഓക്കെ, അപ്പം അലുമിനിയം കണ്ടുപിടിക്കാം. അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് വന്നിട്ടില്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പലപ്പോഴും കിട്ടുന്നതെന്ന് വെച്ചാൽ സിങ്കും കൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളത് അലുമിനിയം ആണെന്ന് വിചാരിക്കുകയും ചെയ്യും. പിന്നെ അവസാനം ആഷ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. പക്ഷേ അലുമിനിയം ആണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആഷ് ടെസ്റ്റ് പോലും നിങ്ങൾക്ക് അത് അലുമിനിയത്തിൻ്റെ ആഷ്, സിങ്കിൻ്റെ ആഷ് കിട്ടിയാലും അത് അലുമിനിയത്തിൻ്റെ ആഷാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടുപേർക്കും. അലുമിനിയത്തിൻ്റെ എന്ന് പറയുന്ന ഒരു ബ്ലൂ ടിൻറ്റഡ് ആഷാണ്, സിങ്കിൻ്റെ എന്ന് പറയുന്ന ഒരു ഗ്രീൻ ടിൻറ്റഡ് ആഷാണ്. ഈ കളർ നമുക്ക് പിന്നെ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് ഇനി അതല്ല എങ്കിൽ ആഷ് ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്ത് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ കാര്യം മനസ്സിലാക്കിയാലും മതി. എനിവേ തേർഡ് ഗ്രൂപ്പ് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുന്നതാണ് അലുമിനിയം. അലുമിനിയത്തിൻ്റെ പ്രസിപ്പിറ്റേറ്റ് നിങ്ങൾ അലുമിനിയം സോൾട്ട് സൊല്യൂഷൻ പ്രത്യേകം എടുത്ത് ചെയ്താൽ അറിയാം, വൈറ്റ് ഒരു ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് വാട്ടറി ആയിട്ടാണ് വരുന്നത്. വൈറ്റ്നെസ് അത്ര കൂടുതൽ പ്രോമിനൻ്റ് അല്ല അലുമിനിയത്തിന്. ആ വെള്ളത്തിൽ തന്നെ, ആ അക്വസ് മീഡിയത്തിൽ തന്നെ ഒരു ജെല്ലിസ് സസ്പെൻഡഡ് എന്ന രീതിയിലാണ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സിങ്ക്. അപ്പോൾ ഇവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തിക്കായിട്ട് വരുവാണെങ്കിൽ അത് സിങ്കിൻ്റെയാണ്. അപ്പോൾ നിങ്ങളുടെ അമോണിയം ഹൈഡ്രോക്സൈഡ് അവിടെ ആഡ് ചെയ്ത് കൂടിപ്പോയി, അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡിൻ്റെ കുറവ് അവിടെ ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുക. അതുകൊണ്ട് ആദ്യം തന്നെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പാണ് തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്.
അങ്ങനെ നിങ്ങൾക്ക് അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് വന്നില്ലെങ്കിൽ, പിന്നെ നമ്മൾ അടുത്തത് ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് വെച്ചല്ല ഈ സിങ്കിനെ ടെസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സിങ്ക് അഥവാ തെറ്റായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗ്രൂപ്പിൽ ചെയ്യുമ്പം അതിൻ്റെ പ്രസിപ്പിറ്റേറ്റിൻ്റെ അളവ് കുറവായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇവിടെ വളരെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യാം. അങ്ങനെ തേർഡ് ഗ്രൂപ്പ് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുമ്പം തേർഡ് ഗ്രൂപ്പ് ഇല്ല, അതായത് അലുമിനിയം ഇല്ല. അപ്പോൾ നമ്മൾ എഴുതുന്നത് അലുമിനിയം ഇല്ലെന്നല്ല, ആബ്സെൻസ് ഓഫ് തേർഡ് ഗ്രൂപ്പ് എന്നാണ്. അത് നമുക്ക് എഴുതാം. ഇൻ്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ ടേബിൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ അലുമിനിയം ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഫോർത്ത് ഗ്രൂപ്പാണ്. ഫോർത്ത് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സിങ്ക് അയോൺസും മാംഗനീസ് അയോൺസും ആണ് വരുന്നത്. ഇവിടെ രണ്ട് പേരും കൂടെ ഉണ്ട്. ആരൊക്കെയാണ്? നിക്കലും കൊബോൾട്ടും. പക്ഷേ അത് മെയിൻ സ്റ്റുഡൻസിനാണ് നിക്കലും കൊബോൾട്ടും ചോദിക്കുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻസൊക്കെ കളേർഡ് സൊല്യൂഷൻസ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ കളർലെസ് സൊല്യൂഷനായിട്ടുള്ള സിങ്കും മാംഗനീസും ആയിരിക്കും ഇവിടെ തരുന്നത്. ഈ സിങ്കിനും മാംഗനീസിനും നമുക്കിവിടെ ചെയ്യേണ്ടത് ആൽക്കലൈൻ മീഡിയത്തിൽ ഹൈഡ്രജൻ സൾഫൈഡാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്തിരിക്കുന്ന മീഡിയമാണ്. അവിടെ തേർഡ് ഗ്രൂപ്പിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ഇല്ല എങ്കിൽ ഇതേ സൊല്യൂഷൻ തന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് അതിൽ നിന്ന് ഇവിടെ ഈ ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഫോർത്ത് ഗ്രൂപ്പിന് മാത്രം ഹൈഡ്രജൻ സൾഫൈഡ് മതി. അതുകൊണ്ട് നമ്മൾ ഒരു സൊല്യൂഷൻ ഒരു പാർട്ടേ എടുക്കുകയുള്ളൂ, ഒരു പോർഷനാണ് സൊല്യൂഷൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് അതിൽ ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്യുക. ഹൈഡ്രജൻ സൾഫൈഡിന് റിയാക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് ബോയിൽ ഓഫ് ചെയ്യേണ്ട ആവശ്യം വരും. അതുകൊണ്ടാണ് ഒരു പോർഷൻ എടുക്കാൻ പറയുന്നത്. ഇത് ഹൈഡ്രജൻ സൾഫൈഡിന് പ്രസിപ്പിറ്റേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ആ ടെസ്റ്റ് സൊല്യൂഷനും കളഞ്ഞിട്ട് ബാക്കിയുള്ള സൊല്യൂഷനിൽ നേരെ ഫിഫ്ത്ത് ഗ്രൂപ്പ് ചെയ്യാം. അതുകൊണ്ട് ഇവിടെയും ഒരു കെയർഫുൾ സ്റ്റെപ്പാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതായത് എപ്പോഴും അത് നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിലും അങ്ങനെ തന്നെയാണ്. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് നമുക്ക് തരാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ അത് പറയാഞ്ഞത്. എപ്പോഴും ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്യുമ്പം ഒരു ടെസ്റ്റ് സാമ്പിൾ സൊല്യൂഷൻ എടുത്തിട്ട് ഹൈഡ്രജൻ സൾഫൈഡിന് വലിയ റിയാക്ഷനും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് സൊല്യൂഷനിൽ ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്യണം. പിന്നെ നമുക്ക് അവിടെ രക്ഷയില്ല. അതിനകത്തുള്ള അയോണിനെ കംപ്ലീറ്റ് സൾഫൈഡായിട്ട് മാറ്റി പ്രസിപ്പിറ്റേഷൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അതിനെ പിന്നെ ബാക്കിയുള്ള ഹൈഡ്രജൻ സൾഫൈഡിനെ ബോയിൽ ഓഫ് ചെയ്യണം. ബോയിൽ ഓഫ് ഓൾ ദ ഹൈഡ്രജൻ എക്സസ് H2S. ഓക്കെ, ബോയിൽ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫിഫ്ത്ത് ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റൂ. അപ്പോൾ എന്താണ് ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ആക്ഷൻ ഇവിടെ ഫോർത്ത് ഗ്രൂപ്പിൽ? സിങ്ക് വിൽ ബി പ്രസിപ്പിറ്റേറ്റഡ് ആസ് സിങ്ക് സൾഫൈഡ് ആൻഡ് മാംഗനസ് വിൽ ബി പ്രസിപ്പിറ്റേറ്റഡ് ആസ് മാംഗനസ് സൾഫൈഡ്. ഇവിടെ വെച്ച് തന്നെ നമുക്കൊരു ക്ലൂ കിട്ടുകയാണ്. സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. മാംഗനസ് സൾഫൈഡ് എന്ന് പറയുന്ന ഒരു ഫ്ലഷ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. നമുക്ക് അവിടെ ഒരു ഭയങ്കര രസമാണ്. ആ ഫ്ലഷ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് കാണാൻ എല്ലാവരും കുട്ടികൾക്ക് അവിടെ ആകാംക്ഷയാണ്. ഈ ഫ്ലഷ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ മാംഗനസ് സൾഫൈഡ് എന്ന് അറിയാൻ പറ്റും. മാംഗനസ് ആണ് നമ്മുടെ കാറ്റയോൺ എന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ സിങ്ക് ആണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പിന്നെ ആ ഗ്രൂപ്പ് അനാലിസിസ് വരുമ്പോൾ, അതായത് ഗ്രൂപ്പിൻ്റെ അനാലിസിസ് വരുമ്പോൾ അതിന് ക്യാരക്ടറിസ്റ്റിക് ടെസ്റ്റുകളുണ്ട്, കൺഫർമേറ്റീവ് ടെസ്റ്റുണ്ട്. അതെല്ലാം ചെയ്ത് ഇതിനെ രണ്ടിനെയും അനലൈസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക, കൺഫേം ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക. അതാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇനി ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ഇല്ലെങ്കിലാണ് നമ്മൾ അടുത്ത ഗ്രൂപ്പിലേക്ക് പോകുന്നത്. ഇനി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു കാര്യമുണ്ട്. ഈ അമോണിയം മുതൽ മെഗ്നീഷ്യം വരെയുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ. നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് ഫസ്റ്റ് ഗ്രൂപ്പും കിട്ടി, തേർഡ് ഗ്രൂപ്പും കിട്ടി, അവിടെ വെച്ച് നിർത്താൻ പറ്റത്തില്ല. ഇൻ്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ ടേബിൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം, അത് മസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത പറയുന്നത്. അപ്പം ഫോർത്ത് ഗ്രൂപ്പിൽ പ്രസിപ്പിറ്റേറ്റ് ഇല്ല. അതിന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് പ്രസിപ്പിറ്റേറ്റ് ആക്കിയതിന് ശേഷം H2S ബോയിൽ ഓഫ് ചെയ്യണം. ബോയിൽ ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റെപ്പ് എഴുതണം. H2S ഈസ് ബോയിൽഡ് ഓഫ്. അത് മസ്റ്റായിട്ടും എഴുതിയിരിക്കണം. കാരണം എന്താണ്? ഇവിടെ ഇല്ല എന്നുള്ളത് നമ്മൾ ചെറിയ ഒരു സാമ്പിൾ സൊല്യൂഷൻ എടുത്തിട്ട് ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്താണ് നമ്മൾ അത് നോക്കിയത്. ഇനി അവിടെ ഇല്ല എങ്കിൽ ഇവിടെ സ്കീമിൽ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? H2S പാസ് ചെയ്തു എന്നാണ് എഴുതുന്നത്. അതുകൊണ്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് H2S ഈസ് ബോയിൽഡ് ഓഫ് കംപ്ലീറ്റ്ലി. ഓക്കെ, എന്നിട്ട് ആ സൊല്യൂഷൻ ചെയ്യുമ്പോഴുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ടെസ്റ്റ് സാമ്പിൾ എടുത്ത് H2S ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് ഡിസ്കാർഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്രഷ് സൊല്യൂഷൻ ഇവിടെ നിന്നുള്ള സൊല്യൂഷൻ എടുത്തിട്ട് ഫിഫ്ത്ത് ഗ്രൂപ്പിലേക്ക് പോകാം. പക്ഷേ സ്കീം എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ H2S ഈസ് പാസ്ഡ് ത്രൂ ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് ammonium chloride and ammonium hydroxide, then no precipitate, then absence of
ഫോർത്ത് ഗ്രൂപ്പ്. ദെൻ അടുത്തെന്താണ്, H2S ഈസ് ബോയിൽഡ് ഓഫ് ആൻഡ് ദെൻ അടുത്ത റിയേജൻ്റ് ആഡ് ചെയ്യാൻ പോകണം. അടുത്ത റിയേജൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഓൾറെഡി അമോണിയം ക്ലോറൈഡ് ഉണ്ട്. ഇവിടെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ അമോണിയം ഹൈഡ്രോക്സൈഡും കൂടെ ആഡ് ചെയ്യാം. പ്രസിപ്പിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ദെൻ അമോണിയം. ശരിക്കും ഇവിടെ നമുക്ക് ആവശ്യമുള്ള റിയേജൻ്റ് എന്ന് പറയുന്നത് അമോണിയം കാർബണേറ്റ് ആണ്. കാരണം ആൽക്കലൈൻ മീഡിയത്തിൽ അമോണിയം കാർബണേറ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്ത്ത് ഗ്രൂപ്പിൻ്റെ ആവശ്യം. കാരണം ബേരിയം, അതുപോലെ തന്നെ സ്ട്രോൺഷ്യം, അതുപോലെ തന്നെ കാൽസ്യം, ഇത് മൂന്നും അതിൻ്റെ കാർബണേറ്റായിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 അയോൺസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ അവർ തരും. കാരണം ഒരൊറ്റ കളറാണിത്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അതായത് ബേരിയം കാർബണേറ്റ് ഈസ് വൈറ്റ്, സ്ട്രോൺഷ്യം കാർബണേറ്റ് ഈസ് വൈറ്റ് ആൻഡ് കാൽഷ്യം കാർബണേറ്റ് ഈസ് ഓൾസോ വൈറ്റ്. അപ്പം ആ ഒരു പ്രസിപ്പിറ്റേറ്റിൻ്റെ ഫോർമേഷനാണ് നമുക്ക് ഫിഫ്ത്ത് ഗ്രൂപ്പ് കാറ്റയോൺ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഫിഫ്ത്ത് ഗ്രൂപ്പിൽ ഇത് ഏത് കാറ്റയോണാണ്, ബേരിയമാണോ സ്ട്രോൺഷ്യമാണോ കാൽഷ്യമാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ഗ്രൂപ്പ് അനാലിസിസ് നമ്മൾ പിന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് റിസർവ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഫിഫ്ത്ത് ഗ്രൂപ്പ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, ബാക്കി വരുന്ന സൊല്യൂഷൻ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് അതിനകത്ത് വീണ്ടും ഇതിൻ്റെ ട്രേസസ് എങ്കിലും ഉണ്ടോ, ഈ ഫിഫ്ത്ത് ഗ്രൂപ്പ് കാറ്റയോണിൻ്റെ ട്രേസസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അതിനകത്തേക്ക് അമോണിയം കാർബണേറ്റ് ഒഴിക്കണം. ആ അമോണിയം കാർബണേറ്റ് ഒഴിച്ചിട്ട് പ്രസിപ്പിറ്റേറ്റ് ഇല്ല എന്നുള്ളൊരു ഘട്ടത്തിൽ നമുക്ക് ആ സൊല്യൂഷൻ എടുക്കാം. പിന്നെ ഇനിയും പ്രസിപ്പിറ്റേറ്റ് ഉണ്ടെങ്കിൽ അതിനെയും ഫിൽട്ടർ ചെയ്ത് മാറ്റിക്കളയുക. എന്നിട്ട് ആ ക്ലിയർ ഫിൽട്രേറ്റാണ് നമ്മളിവിടെ എടുക്കുന്നത്. ക്ലിയർ ഫിൽട്രേറ്റ്. ആ ക്ലിയർ ഫിൽട്രേറ്റിൽ ആരൊക്കെ കാണും, അമോണിയം ക്ലോറൈഡ് കാണും, അമോണിയം ഹൈഡ്രോക്സൈഡ് എക്സസ് കാണും, അമോണിയം കാർബണേറ്റ് കാണും, അല്ലേ? അങ്ങനെ അമോണിയം കാർബണേറ്റ്, ഹൈഡ്രോക്സൈഡ്, ക്ലോറൈഡ് ഇതിൻ്റെ ഒരു ആകെത്തുകയാണ് നമ്മുടെ മെഗ്നീഷ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ. മെഗ്നീഷ്യം അതിനകത്തുണ്ടെങ്കിൽ ആ മെഗ്നീഷ്യത്തിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ ആ സൊല്യൂഷനകത്ത് കാണും. അപ്പം നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ക്ലിയർ ഫിൽട്രേറ്റ് എടുത്തിട്ട് ഈ അമോണിയം സോൾട്ടിനെ എല്ലാം അവിടെ നിന്ന് പുറത്താക്കുക. അമോണിയം സോൾട്ട് നമ്മളൊന്ന് ചൂടാക്കിയാൽ തന്നെ അപ്പോഴേ ഡീകമ്പോസ് ചെയ്ത് അമോണിയ ആയിട്ട് പുറത്തു പോകും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് അമോണിയം സോൾട്ടിനെ മാറ്റിയിട്ട് അവിടെ മെഗ്നീഷ്യം ഉണ്ടെങ്കിൽ അത് മാത്രമാക്കി മാറ്റണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷനാണ്. ഈ സൊല്യൂഷൻ ഇതുവരെയായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന റിയേജൻസും ഇതുവരെയുള്ള എല്ലാ പ്രൊസീജിയറും കൊണ്ട് നമ്മുടെ മെഗ്നീഷ്യം സൊല്യൂഷൻ വളരെ വളരെ ഡൈല്യൂട്ടായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊരു അതിൽ നിന്നൊരു കുറച്ച് സൊല്യൂഷൻ എടുത്ത് ടെസ്റ്റ് ചെയ്താൽ മെഗ്നീഷ്യം കണ്ടുപിടിക്കാൻ പോലും കാണുകയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ സൊല്യൂഷനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ആ കോൺസെൻട്രേഷൻ, ആ ക്ലിയർ ഫിൽട്രേറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ഫസ്റ്റ്. അതിനായിട്ട് നമ്മൾ വേറൊരു ബീക്കർ തന്നെ, ഇതുവരെ ടെസ്റ്റ് ട്യൂബിലാണ് എടുത്തതെങ്കിൽ ഇനി നമ്മളൊരു ബീക്കറിൽ ഈ സൊല്യൂഷനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചൈന ഡിഷ് എടുക്കാം. ചൈന ഡിഷിൽ ഈ സൊല്യൂഷനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ബേർണറിൽ വെച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്ത് അതിൻ്റെ വാട്ടർ എക്സ്പെൽ ചെയ്ത് അങ്ങനെ ആ സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് ആവും. അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അമോണിയം സോൾട്ട്സ് എല്ലാം ഡീകമ്പോസ് ചെയ്ത് പോയിട്ട് ആ സൊല്യൂഷൻ അങ്ങ് ഇവോപ്പറേറ്റഡ് ടു ഡ്രൈനെസ് എന്നാണ് പറയുന്നത്. ഇവോപ്പറേറ്റഡ് ടു ഡ്രൈനെസ്, അതിൻ്റെ ജലാംശം മുഴുവൻ പോയിട്ട് അതൊരു പൗഡർ പോലെ ആകുന്നവരെ അതിനെ ഡ്രൈ ചെയ്യാം. അപ്പോൾ മെഗ്നീഷ്യം ഉണ്ടെങ്കിൽ പിന്നെ മെയിൻ BSc ആൻഡ് MSc സ്റ്റുഡൻസിന് ഇവിടെ ഒരു ഡ്രോപ്പ് HNO3 കൂടെ ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യാൻ പറയും. കാരണം അവിടെ മറ്റേത് അയോൺസ് ഉണ്ടെങ്കിലും അതിനെ ഡീകമ്പോസ് ചെയ്ത് കളഞ്ഞിട്ട് മെഗ്നീഷ്യം മാത്രം അവശേഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അത് ചെയ്യുന്നത്. പക്ഷേ സബ് സ്റ്റുഡൻസ് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മെഗ്നീഷ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ മെഗ്നീഷ്യത്തിൻ്റെ ടെസ്റ്റ് എഴുതണം. അതുകൊണ്ട് നിങ്ങൾ ആ സൊല്യൂഷനെ ഇവിടെ ഇവോപ്പറേറ്റഡ് ടു ഡ്രൈനെസ് എന്ന് എഴുതുമല്ലോ, ആ ഒന്ന് ഡ്രൈ ആക്കിയ സൊല്യൂഷൻ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ഡ്രൈ ആയില്ലെങ്കിൽ പോലും നല്ല ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എടുത്തിട്ട് അതിനെ 3ആയിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക, 3 പോർഷൻ ആക്കുക. എന്നിട്ട് അതിനകത്ത് മെഗ്നീഷ്യത്തിൻ്റെ 1, 2, 3 ഇങ്ങനെ 3 ടെസ്റ്റുകൾ ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് Na2HPO4, ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആഡ് ചെയ്തിട്ട് ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡ് നമ്മൾ ഗ്ലാസ് റോഡ് കൊണ്ട് സ്ക്രാച്ച് ചെയ്യുമ്പം നമുക്ക് വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് മെഗ്നീഷ്യത്തിന് കിട്ടും. രണ്ടാമത്തത് മാഗ്നസോൺ റിയേജൻ്റാണ്. മൂന്നാമത്തത് ആഷ് ടെസ്റ്റ് ചെയ്യാൻ. അത് നമുക്ക് ഈ ആ ഡ്രൈഡ് പ്രസിപ്പിറ്റേറ്റിനെ വെച്ചിട്ട് ആഷ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. അപ്പോൾ അങ്ങനെ മെഗ്നീഷ്യത്തെ അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് സ്കീം.
ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ടേബിളായിട്ട് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫോർ ദ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് കാറ്റയോൺസ് ഇൻ ദ മിക്സ്ചർ ഹൗ വിൽ യു പെർഫോം ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ. അപ്പോൾ ഇതൊരു ചാർട്ടാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ റിയേജൻസും കാര്യങ്ങളും നോക്കിയതിന് ശേഷം നമുക്ക് ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ ടേബിൾ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഗ്രൂപ്പിൽ 0, നമ്മൾ 0 എന്നിപ്പോൾ പറയുന്നില്ല, അമോണിയത്തിന് ടെസ്റ്റ് ഫോർ അമോണിയം എന്നാണ് പറയുന്നത്. അപ്പോൾ അമോണിയം അയോൺ അവിടെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് സിമ്പിൾ സൊല്യൂഷൻ ആണെങ്കിൽ സോഡിയം കാർബണേറ്റ് വെച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് മിക്സ്ചർ ആയതുകൊണ്ട് നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അവിടെ പ്രസിപ്പിറ്റേറ്റ് അല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, സ്മെൽ ഓഫ് അമോണിയ ആണ്. സ്മെൽ ഓഫ് അമോണിയ ടെസ്റ്റ് ചെയ്യുക. ആ സ്മെല്ല് വേണമെങ്കിൽ നമുക്ക് നെസ്ലേഴ്സ് റിയേജൻറ്റ്, നെസ്ലേഴ്സ് പേപ്പർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം. അത് നമുക്ക് പിന്നീട് പറയാം. അത് രണ്ടാമത്തത് നമുക്ക് ലെഡാണ്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ ലെഡാണ്. ലെഡിന് ഡൈലൂട്ട് HCl ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ദാറ്റ് ഈസ് പ്രസൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്. ആൻഡ് അത് നമുക്ക് കിട്ടുന്ന ക്ലൂ എന്ന് പറയുന്നത് അവിടെ ലെഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ലെഡ് ക്ലോറൈഡ് ആണ് പ്രസിപ്പിറ്റേറ്റ്. രണ്ടാമത്തത് കോപ്പർ ആൻഡ് ബിസ്മത്ത് ആണ്. അവിടുത്തെ റിയേജൻ്റ് എന്ന് പറയുന്നത് ഡൈല്യൂട്ട് HCl ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ കോപ്പറും ബിസ്മത്തുമാണ് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ബിസ്മത്തിന് ഒരു ഡാർക്ക് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആണ്. അത് ബിസ്മത്തിൻ്റെ സൾഫൈഡാണ്, Bi2S3 എന്ന് പറയുന്നത്. ഇത് പക്ഷേ ഇത് നമുക്ക് ഗ്രൂപ്പ് സെക്കൻഡ് തരാറില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അത് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ തേർഡ് ഗ്രൂപ്പിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പം ഡൈല്യൂട്ട് HCl ഈസ് ആഡഡ് ദെൻ ടെസ്റ്റഡ് ഫോർ ഫസ്റ്റ് ഗ്രൂപ്പ്. പിന്നെ ഡൈല്യൂട്ട് HCl ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് പാസ്ഡ് ത്രൂ ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് ഡൈല്യൂട്ട് HCl. പ്രസിപ്പിറ്റേറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ടെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് പ്രസൻറ്റ്, ഇല്ലെങ്കിൽ ആബ്സെൻസ്. പിന്നെ തേർഡ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് ബോയിൽഡ് ഓഫ് എന്ന് എഴുതുക. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ പോർഷൻ എടുത്ത് ചെയ്താലും എഴുതുമ്പം H2S ഈസ് ബോയിൽഡ് ഓഫ് ആൻഡ് ദെൻ സോളിഡ് അമോണിയം ക്ലോറൈഡ് ഈസ് ആഡഡ് ഫസ്റ്റ് ആൻഡ് ദെൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ഈസ് ആഡഡ് ഇൻ ഡ്രോപ്സ് മേക്ക് ദ സൊല്യൂഷൻ ജസ്റ്റ് ആൽക്കലൈൻ. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഒരു വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് നമ്മൾ പ്രസൻസ് ഓഫ് തേർഡ് ഗ്രൂപ്പ് എന്ന് എഴുതും. തേർഡ് ഗ്രൂപ്പിൽ ആരാണെന്ന് നമുക്കറിയാം, ദറ്റ് ഈസ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്. ദെൻ ഫോർത്ത് ഗ്രൂപ്പിൽ സിങ്ക് മാംഗനീസ് ആണ്. കൊബോൾട്ട് നിക്കലും തരാൻ സാധ്യതയില്ല. അപ്പോൾ സിങ്ക് മാംഗനീസുമാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് പാസ്ഡ് ത്രൂ ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ്. ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ്, അപ്പോൾ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. കൂടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് സിങ്ക് സൾഫൈഡ് അല്ലെങ്കിൽ ഫ്ലഷ് കളേർഡ് precipitate of manganese sulfide. White or flesh colored precipitate indicates the presence of fourth group. Then ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് H2S is boiled off and then ammonium carbonate is added to the solution containing, ഇത് എടുത്ത് പറയണം, ammonium carbonate is added to the solution containing ammonium chloride and ammonia. അപ്പോൾ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം കാർബണേറ്റും കൂടെയാണ് അവിടെ വരുന്നത്. പക്ഷേ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത് അമോണിയം കാർബണേറ്റ് ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ ഒറ്റ ഒബ്സർവേഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഫിഫ്ത്ത് ഗ്രൂപ്പ്, ദാറ്റ് ഈസ് ബേരിയം കാർബണേറ്റ്, സ്ട്രോൺഷ്യം കാർബണേറ്റ് ഓർ കാൽസ്യം കാർബണേറ്റ്. ദാറ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ലേറ്റർ ആൻഡ് കൺഫേം. ഓക്കെ, ലാസ്റ്റ് വൺ, ഇവിടെ അമോണിയം കാർബണേറ്റ് ആഡ് ചെയ്തു. ദെൻ ദ റിസൾട്ടിംഗ് filtrate is evaporated to dryness and made into an aqueous solution, and with that aqueous solution you have to perform test for magnesium. നമുക്ക് 3 ടെസ്റ്റുകളാണുള്ളത് മെഗ്നീഷ്യത്തിൻ്റെ. ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ടേബിൾ മനസ്സിലാക്കുന്നത്. ഇവിടുന്ന് നമുക്ക് അയോൺസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം, അതിൻ്റെ സിംബൽസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ആവശ്യമുള്ള ഗ്രൂപ്പ് റിയേജൻസ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മിക്സർ ആയതുകൊണ്ട് നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ ഗ്രൂപ്പ് റിയേജൻസ് എഴുതി. പിന്നെ കളർ പ്രസിപ്പിറ്റേറ്റ് എന്താണ് കിട്ടുന്നത്, ആ പ്രസിപ്പിറ്റേറ്റ് ആണ് അവിടുത്തെ കെമിക്കൽ എന്നും കൂടെ നമ്മൾ ഈ ചാർട്ടിനകത്ത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അമോണിയത്തിന് നമ്മൾ പ്രത്യേകം ടെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ മെഗ്നീഷ്യത്തിനും നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് വേണം കൺഫേം ചെയ്യാൻ. എനിവേ നിങ്ങൾക്ക് ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ ടേബിൾ കംപ്ലീറ്റ് ആയിരിക്കണം. ഫ്രം 0 to 6th ഗ്രൂപ്പ് മസ്റ്റായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, ഇനി നമുക്ക് ആ ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ ചാർട്ട് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം.